എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ യൂസ് പൊന്നു. വെൽക്കം ടു മൈ ചാനൽ പൊന്നു മാതൃകാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കാതെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു യൂസ്ഫുൾ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് മറുപടികളാണ്. നിങ്ങളുടെ തന്നെ കമൻസിനുള്ള കുറച്ച് മറുപടികളാണ്. അപ്പോൾ അതൊരു Q&A പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ കമൻറ്റുകൾ വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പേഴ്സണൽ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ താഴെ പിന്നെയും കൂടുതൽ കമൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അതിനുള്ള ടൈമായി, കുറച്ച് അതിനൊക്കെ മറുപടി വരാനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ മറന്നു പോകാതിരിക്കാൻ ലൈക്ക് അടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, വളരെ എനിക്ക് ആൻസർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ആരാണ് ചോദിച്ചതെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല, പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ചേച്ചിക്ക് എന്താണ് പറ്റിയത്? തടി കൂടി, സൗന്ദര്യം പോയി, മുടി എന്തിനാണ് വെട്ടിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് എന്താണ് പറ്റിയത് എന്നുള്ളത് ഒരു ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ അത് ഞാൻ പറയാം, വഴിയെ പറയാം. തടി കൂടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ഡെലിവറി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞതല്ല, ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 10 മാസമായി. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ കോൺഷ്യസ് അല്ലായിരുന്നു. എനിക്കിഷ്ടമുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും എക്സസൈസും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ ജിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ അച്ഛന് സുഖമില്ലാണ്ടായി, അച്ഛൻ ഹോസ്പിറ്റലിലായി. അപ്പോൾ എനിക്ക് ചെറിയ കുട്ടീനെ വേറെ ആരുടെടുത്തും വെച്ച് പോകാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ജിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്തു തുടങ്ങി എന്നല്ലാതെ എവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വെയിറ്റ് കൂടുകയാണ് ചെയ്തത്. ഡെലിവറിക്ക് 92, 91, 92 ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 86 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് 88 kg ആണ്. 2 കിലോ വീണ്ടും കൂടി 88 kg ആണ്. അപ്പോൾ ഇന്നലെ തൊട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ഒരുമിച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞവരോട് ഒരു മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരു മാസം തന്നെ ഞാൻ പരീക്ഷണത്തിന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരീക്ഷണം കഴിഞ്ഞ ശേഷം നമുക്ക് വെയിറ്റ് ലോസ് ഞാൻ എന്താ ചെയ്തത്, ഫോളോ ചെയ്തത്, ഞാൻ എത്ര വെയിറ്റ് കുറഞ്ഞു, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഉടനടി നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനിടയിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ അതിങ്ങനെ മാറി പോകുന്നതാണ്. അപ്പോൾ തടി കൂടിയതിന് ഒരു റീസൺ അതാണ്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് എനിക്ക്. അപ്പം ഹൈപ്പോ തൈറോയിഡ് എന്ന് പറയുമ്പം സാധാരണ എനിക്കൊരു 7-9 റേഞ്ചിലൊക്കെ മാക്സിമം നിൽക്കാറുള്ളൂ. പക്ഷെ ഇത്തവണ 33 വരെ പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തതെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം 100 ആണ് കഴിച്ചുകൊണ്ടിരുന്നത്, അതിപ്പോൾ 150 ആക്കി. തൈറോണം 150 ആണ് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം പെട്ടെന്ന് അതൊക്കെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ശരിയാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് വെച്ചാൽ എൻ്റെ മുടി പോയതുകൊണ്ടാണ്. അല്ലാതെ സൗന്ദര്യത്തിന് വലിയ കോട്ടങ്ങളൊന്നും സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നില്ല. ആ മുടി പെട്ടെന്ന് പോകുമ്പോൾ ഇപ്പം എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളംപന്നീൻ്റെ മുടി ഇങ്ങനെ നിൽക്കില്ലേ, മുള്ളംപന്നീൻ്റെ മുടിയല്ല, മുള്ളംപന്നീൻ്റെ മുള്ള് ഇങ്ങനെ നിൽക്കില്ലേ, അതുപോലെയാണ് ഇപ്പം എൻ്റെ മുടി നിൽക്കുന്നത്. അപ്പോൾ സ്പൈക്ക് പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൗന്ദര്യത്തിൻ്റെ പ്രശ്നം തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഒട്ടും കോൺഷ്യസ് അല്ലാതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തടി കൂടി. അപ്പം പിന്നെ PCODയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ PCODയുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും കഴുത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ വന്നു തുടങ്ങി. പണ്ടത്തെ പോലെ കോലടുക്കും അതൊന്നും ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. വല്ലപ്പോഴും എനിക്ക് തോന്നിയാൽ മാത്രം യൂസ് ചെയ്യുന്നു. ഒരു മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തു പോകുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഫേസിൽ വലിയ എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ബോഡിയിലേക്കാണ്, സ്കിൻ ടോണിലൊക്കെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇനി മാറ്റിയെടുക്കണം. കാരണം കർക്കിടകമാണ് വരാൻ പോകുന്നത്. കർക്കിടകത്തിൽ എല്ലാം ഞാൻ ക്ലിയർ ചെയ്തെടുക്കും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളെയും കൂടി കൂട്ടാം ആ സമയത്ത് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് സൗന്ദര്യത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മുടി എന്തിനാണ് വെട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. മുടി വെട്ടിയതല്ല, ഞാൻ മുടി മൊട്ട അടിച്ചതാണ്. പഴനി വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ. ഈ വീഡിയോൻ്റെ തൊട്ട് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് പിന്നെ എന്തിനാണ് വീണ്ടും മുട്ടയടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർച്ച ഉണ്ടായിരുന്നു. അത് നേർച്ചയുടെ കാരണമൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ. നമ്മളൊരു നേർച്ച ഒരു കാര്യത്തിന് വേണ്ടി നേരുക, അത് നടക്കുക, അത് നടക്കുമ്പോൾ നമ്മളത് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ വഴി നമ്മൾ ശീലിച്ചു പോകുന്ന ഓരോ ശീലങ്ങളാണ്. അപ്പോൾ അത് പെട്ടെന്നൊന്നും മാറ്റാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പം എനിക്കതിൽ വിശ്വാസമുണ്ട്, ഞാനത് ചെയ്തു. എൻ്റെ വിശ്വാസത്തിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസങ്ങളെ കളിയാക്കുന്നതിന് പകരം അവരെയും റെസ്പെക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വേറൊരാൾക്ക് ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ. വേറൊരാളെ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് വേറൊരാൾക്ക് എന്തെങ്കിലും വിഷമമൊന്നുമില്ലല്ലോ. എൻ്റെ മുടി ഞാൻ വെട്ടി അതുകൊണ്ട് വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്നത് ചോട്ടൂനാണ്. ചോട്ടൂനും ശിശോപേട്ടനും ഇത്തവണ എന്നോട് വെട്ടണമെന്ന് കുറേ പ്രാവശ്യം ചോദിച്ചിരുന്നു. ചോട്ടൂന് ഭയങ്കര വിഷമമായിരുന്നു. അമ്മ ഭംഗിയൊക്കെ പോയി എന്ന് ചോട്ടു തന്നെ പറയാറുണ്ട്. അമ്മ എന്ത് സുന്ദരിയായിരുന്നു, നമുക്ക് അമ്മയെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. മുടിയല്ല, അത് വളർന്നോളും. ഇപ്പം ഞാൻ മുട്ടയടിച്ചിട്ട് കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ ഹെയർ ഗ്രോത്ത് ഇവിടം വരെയായി. അപ്പോൾ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും വളരും. ഹെയർ ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള അതും ഞാൻ വീഡിയോ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കൂടെ പറയാനുള്ളത്. പിന്നെ തടി കൂടിയതിന് ഞാൻ 2 റീസൺ പറഞ്ഞു. PCODയുടെ പ്രശ്നമുണ്ട്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. 3 റീസൺ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡിപ്രഷൻ്റെ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു റീസണാണ്. കാരണം ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി അത് എന്തായാലും എടുത്ത് കാണിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഡിപ്രഷനെ കുറിച്ചിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് ഞാൻ എന്തായാലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. എനിക്കറിയാം എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാളും മുകളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് പേര് ചുറ്റിലുണ്ട് എന്നുള്ളത്. അതുപോലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാതെ ഫേസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് ഞാൻ പറയാം കേട്ടോ. പിന്നെ അപ്പോൾ അതൊരു കാര്യം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂട്ടീൻ ചേഞ്ചായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ റൂട്ടീൻ ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക, കുളിക്കുക, വിളക്ക് വയ്ക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചേഞ്ചായി. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വീട് മാറി, ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വീട് മാറി. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഒക്കെ ചേഞ്ചായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞില്ലേ, അപ്പം ചെറിയ ഭാവിയായപ്പോൾ നമുക്ക് ഉറക്കക്കുറവ് വരുമല്ലോ. രാത്രിയൊക്കെ ഫീഡ് ചെയ്യലും അങ്ങനെയൊക്കെ ഉറക്കക്കുറവ് വരുമ്പോൾ രാവിലെ കിടന്നുറങ്ങും. ഈ രാവിലെ കിടന്നുറങ്ങുന്ന ശീലം തന്നെ നമ്മളെ മുഷിപ്പിക്കുന്ന ഒരു ശീലമാണ്. അത് അത്ര നല്ലതല്ല. അത് 101% ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. പക്ഷേ അത് എൻ്റെ കാര്യത്തിൽ ഒരു പരിധി വരെ എനിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതും ഒരു റീസണാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തടി കൂടിയതിൻ്റെയും പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ചസ് ഒക്കെ കേട്ടോ. പിന്നെ ചോദിച്ചതെന്താ വെച്ചാൽ PCOD മാറിയത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. PCOD ഉണ്ടായിട്ട് എങ്ങനെ പ്രഗ്നൻ്റ് ആയെന്ന് ചോദിച്ചിട്ടുണ്ട്. PCOD എനിക്ക് മാറിയിട്ടൊന്നുമില്ല. PCOD എനിക്ക് കൺട്രോൾഡ് ആയിരുന്നു. ഇതേപോലെ നമ്മൾ ലൈഫ് സ്റ്റൈൽ റൂട്ടീനൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വരുമ്പോഴത്തേക്കും, രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്, എക്സസൈസ് കാര്യങ്ങൾ ഇതെല്ലാം പ്രോപ്പറായി വരുമ്പോൾ നമുക്ക് PCOD കൺട്രോൾ ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്ത് വന്നാലും ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം പോലെയാണ് കേട്ടോ. കാരണം അതങ്ങനെ ഒളിച്ചിരിക്കും. അത് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് ചാടാം. നമ്മൾ എന്നാൽ PCOD ഒക്കെ മാറി, ഞാൻ വെയിറ്റൊക്കെ 10 കിലോ കുറച്ചു എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയതുപോലെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ റൂട്ടീനിലൊക്കെ ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് എഗെയിൻ തിരിച്ചു വരും. അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് കൺട്രോൾഡ് ആയിരുന്നു. PCODക്ക് വേണ്ടിയിട്ട് ഞാൻ ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ടാബ്ലറ്റ് മീൻസ് അലോപ്പതി അല്ല, ആയുർവേദത്തിൽ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോട്ടൂൻ്റെ പ്രാർത്ഥനയും ദൈവാധീനം കൊണ്ട് ആയിരിക്കണം എനിക്കൊരു ഭാവിയായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചോട്ടൂന് ഏത് അമ്പലത്തിൽ പോയാലും ചോട്ടു ആദ്യം പ്രാർത്ഥിക്കുക എനിക്കൊരു കുഞ്ഞനിയനെ തരണേ, അല്ല അനിയൻ തന്നെയായിരുന്നു കേട്ടോ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. എനിക്ക് ബോയ് മതി എന്ന് എപ്പോഴും പറയായിരുന്നു. ഒരു വാവയെ വേണമെന്നും പറയാറുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിനി ഒരു ചോട്ടു മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കാരണം കുറച്ച് ഗ്യാപ്പായി.
പിന്നെ വേണോ വേണ്ടയോ രണ്ടിങ്ങനെ സംശയത്തിലായിരുന്നു. പിന്നെ ഞാൻ വേണ്ടാന്നുള്ള രീതിയിൽ നിന്നു. പിന്നെ ഇപ്പോൾ ചോട്ടിങ്ങനെ നമ്മളെ മൂത്ത മക്കളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് തോന്നി തുടങ്ങുമല്ലോ എന്നാൽ ഒരു കുട്ടി കൂടി വേണം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് രണ്ടാമത്തെ വാവയായത്. അപ്പോൾ ചോട്ടുവിൻ്റെ പ്രാർത്ഥന തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പം PCOD കൺട്രോളായിരുന്ന സമയത്താണ് പ്രഗ്നൻ്റ് ആവുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ഒട്ടും കോൺഷ്യസ് അല്ലാതെ വീണ്ടും കിടത്തവും വോമിറ്റിങ്ങും ഭക്ഷണങ്ങളും ഒക്കെ ഒരു ഡിസോർഡറായി. പിന്നെ ആ സമയത്ത് ഞാൻ നന്നായി എൻജോയ് ചെയ്തു കുറേയൊക്കെ. കാരണം ഒന്നിനും വേണ്ടി നമ്മൾ സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അയ്യോ എനിക്കിത് കഴിച്ചാൽ ഞാൻ വെയിറ്റ് കൂടുമോ, അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ എൻ്റെ മനസ്സിന് സ്ട്രെസ്സേ കൊടുത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ, എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും തോന്നുന്നത് എന്താണോ. ഇപ്പോൾ രാത്രി 12 മണിക്കൊക്കെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ പോയ ദിവസങ്ങളുണ്ട്. അധികം ഹോട്ടൽ ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും തന്നെ താമസിക്കുകയല്ലേ. അപ്പം അമ്മയൊക്കെ ചില സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുതരുമായിരുന്നു. പക്ഷെ അതൊന്നും റെഗുലർ ആയിരുന്നില്ല. കാരണം അച്ഛന് സുഖമില്ലാതെ കിടക്കുന്ന സമയമായിരുന്നു ആ സമയത്ത്. അപ്പം അച്ഛനന്ന് തീരെ വയ്യാതെ കിടക്കുന്ന സമയമായിരുന്നു. അപ്പം അമ്മയ്ക്ക് എൻ്റെ അടുത്തും വന്ന് നിൽക്കാൻ വയ്യ, എനിക്ക് അവിടെയും പോയി നിൽക്കാൻ വയ്യ. ചോട്ടു സ്കൂളിൽ പോവാണ്. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പം അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അമ്മ എൻ്റെ അടുത്തുണ്ടായിരുന്നു. 3 മാസത്തോളം അമ്മ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ലൈഫൊക്കെ ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ PCODയുടെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ കാട് കയറി എന്തൊക്കെയോ സംസാരിച്ചോ തോന്നുന്നുണ്ട്. അത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ എൻ്റെ ലൈഫ് അപ്ഡേറ്റ് പോലെയാണ് ഇതിങ്ങനെ പറയുന്നത്. പിന്നെ ചോദിച്ചിട്ടുണ്ട്, വീണ്ടും വീട് മാറിയോ, ഭർത്താവിൻ്റെ വീട്ടുകാരുമായി നന്നായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും വീട് മാറി. കഴിഞ്ഞ ഏപ്രിലിൽ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറി. ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ മാവൂർ ചെറുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് നിന്ന് ഒരു 16 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. ഇവിടെ അച്ഛന് സുഖമില്ല. അപ്പം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലാവുക അങ്ങനെയൊക്കെ ആയപ്പം പിന്നെ ശിശോപേട്ടൻ്റെ മാവൂർ പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫറായി. കോർപ്പറേഷനിൽ നിന്ന് നേരെ പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ ഇവിടുന്ന് ആകെ ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങോട്ട് വീട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയം തൊട്ട് ഞാൻ റെൻ്റഡ് ഹൗസിലാണ്. ആദ്യം ഒരു ഫ്ലാറ്റിലായിരുന്നു, അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ 2 വീടുകൾ മാറിയിട്ടുണ്ട്. അതായത് ഒരു 5 വർഷത്തോളം ഞങ്ങൾ റെൻ്റഡ് ഹൗസിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വീടില്ലാത്തത് കൊണ്ടും കാര്യങ്ങളൊന്നുമല്ല, ഇത് ശിശുപാൻ്റെ വീട് തന്നെയാണ്. പക്ഷേ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ വന്നപ്പം മാറി താമസിക്കേണ്ട ഒരു സാഹചര്യത്തിൽ മാറി താമസിച്ചു. പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, നമുക്കറിയില്ലല്ലോ മുന്നോട്ട് എന്താ വരാൻ പോകുന്നതെന്ന്. ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ ഫാമിലി മൊത്തം കാണിച്ചു തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വാവയുടെ ചോറുകൊണ്ട് പോയ സമയത്ത് അച്ഛനെയും അമ്മേനെയും വീടും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സോഫാർ നന്നായിട്ട് പോകുന്നു, ടച്ച് വുഡ്. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ എല്ലാവരും സന്തോഷമായിട്ട് പോവുകയാണ്, കുഴപ്പമൊന്നുമില്ല. അച്ഛനിപ്പം സുഖമില്ലാത്തതിൻ്റെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോയേനെ. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ട്, ഇടയ്ക്ക് വയ്യാണ്ടാവുന്നതും ഹോസ്പിറ്റലിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ദൈവം സഹായിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്, ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതാണ് എനിക്ക് പറയണമെന്ന് തോന്നിയത്. എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോ ഇടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കട്ട മൂഡ് സ്വിങ്സ് ആണ്. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ്റെ ഒരു വല്ലാത്തൊരു ഇതിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളൊന്നും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്നൊരു അവസ്ഥയാണ് കേട്ടോ. അല്ലാതെ നമുക്കിപ്പോൾ ഒരു എഫെയർ ബ്രേക്കപ്പ് ആകുമ്പം വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താങ്ങാനാവാത്ത വിഷമം വരുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നതോ ഞാൻ ഡിപ്രഷനിലാണ്, അതല്ല ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു അവസ്ഥയാണത്, വിഷാദരോഗം എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ഞാൻ ഓവർകം ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ ഈ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഞാൻ ഡിപ്രഷനൊക്കെ ഓവർകം ചെയ്ത് വന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് പോസ്റ്റ്മോർട്ടം ഭയങ്കരമായിട്ടത് എന്നെ വല്ലാതെ അങ്ങ് പിടിമുറുക്കി എന്ന് പറയില്ലേ, പിടിമുറുക്കിയതുപോലെ തന്നെയായിരുന്നു.
അവിടുന്ന് പിന്നെ രക്ഷപ്പെട്ടു വരാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞാനിപ്പോൾ. അപ്പം നിങ്ങളുടെ പൂർണ്ണ സഹകരണം എനിക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ രാത്രി കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കും നാളെ വീഡിയോ ചെയ്യണം, നാളെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചിന്തകൾ കൂടിയിട്ടുണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ചിലപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യാനുള്ള മൂഡ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ശിശുവനോട് പറഞ്ഞാൽ എനിക്കിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം, അത് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊന്ന് കുറച്ച് തുറന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ ആ തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ബ്ലോക്കൊക്കെ അങ്ങ് ഒന്ന് പോവും. അത് കഴിഞ്ഞാലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശിശുവേട്ടൻ ഹാഫ് ഡേ ലീവ് എടുത്തതാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോ പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നിങ്ങളൊക്കെ ഡേ ഇൻ മൈ ലൈഫാണ് ഇഷ്ടപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഡേ ഇൻ മൈ ലൈഫാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അച്ഛനിങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്കിങ്ങനെ ഒരു വീഡിയോ ഒന്നും ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷനിലല്ലല്ലോ. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവിടേക്ക് വന്നതിന് ശേഷം കുറേ ഡേ ഇൻ മൈ ലൈഫും ഇവിടുത്തെ നാടും വീടും പരിസരവും ഒക്കെ കാണിച്ചു തരണം എന്നൊക്കെ എനിക്കെൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പം ഇവിടേക്ക് വന്നതിന് ശേഷം പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോയി, വയനാട് ട്രിപ്പ് പോയി. ഞാൻ പറ്റുമെങ്കിൽ വിഷ്വൽസ് ആഡ് ചെയ്യാം കേട്ടോ. വയനാട് ഒരു റിസോർട്ടിലെ ട്രിപ്പൊക്കെ പോയി. പിന്നെന്താ, അച്ഛൻ്റെ അമ്മേൻ്റെ ആനിവേഴ്സറി ആയിരുന്നു, അച്ഛൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പം അതൊക്കെ ഒരുപാട് സന്തോഷം. അച്ഛന് മാക്സിമം നല്ല സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെയും ശിശുവേട്ടൻ്റെയും ഒക്കെ ഭയങ്കര ഒരു എയിം എന്ന് പറയുന്നത് അതാണ്. അപ്പം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നേരം 17 മിനിറ്റായി ഞാനിപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്തൊക്കെ സംസാരിച്ചു എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ലൈവിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ലൈവ് ചിലപ്പോൾ എല്ലാവരും കണ്ടോളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം. ഒരു Q&A ഒക്കെ ചെയ്യുമ്പോൾ സംസാരിക്കാം. Q&A ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. ഇതിപ്പം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റ്സ് വരുന്ന ആ കമൻറ്റ്സിന് റിപ്ലൈ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് our channel. This is Aditya signing off. Take care.